തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 2. സഹോദരരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് നിഷ്ഫലമായില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് മുമ്പ് കഷ്ടവും അപമാനവും സഹിച്ചുവെങ്കിലും നിങ്ങൾ അറിയുന്നത് പോലെ കഠിനമായ എതിർപ്പ് വകവയ്ക്കാതെ ദൈവത്തിന്റെ സുവിശേഷം അവിടുത്തെ സഹായത്താൽ നിങ്ങളോട് അറിയിക്കുവാൻ ധൈര്യപ്പെട്ടു. ഞങ്ങളുടെ പ്രബോധനം തെറ്റിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ കാപട്യത്തിൽ നിന്നോ ഉണ്ടായതല്ല. നേരെ മറിച്ച് സുവിശേഷം ഫലമേൽപ്പിക്കുന്നതിന് യോഗ്യരായി ദൈവം ഞങ്ങളെ അംഗീകരിച്ചതനുസരിച്ച് മനുഷ്യരെയല്ല, ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ തന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു. ഞങ്ങൾ മുഖസ്തുതി പറയുകയോ ദുരാഗ്രഹത്താൽ കൗശലം പ്രയോഗിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം. അതിന് ദൈവം സാക്ഷി. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഗൗരവം ഭാവിക്കാമായിരുന്നുവെങ്കിലും ഞങ്ങൾ നിങ്ങളിൽ നിന്നാകട്ടെ മറ്റു മനുഷ്യരിൽ നിന്നാകട്ടെ മാനം അന്വേഷിച്ചില്ല. ഒരമ്മ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളോട് ആർദ്രതയോടെയാണ് പെരുമാറിയത്. ഇപ്രകാരം നിങ്ങളോട് ഗാഢമായ വാത്സല്യം പൂണ്ട് ദൈവത്തിന്റെ സുവിശേഷം മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണൻ പോലും നിങ്ങൾക്കായി നൽകുവാൻ ഞങ്ങൾക്ക് ഇഷ്ടം തോന്നി. സഹോദരരെ, ഞങ്ങളുടെ കഠിനാധ്വാനവും കഷ്ടപ്പാടുമെല്ലാം നിങ്ങൾ നിശ്ചയമായും ഓർമ്മിക്കുമല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി രാവും പകലും പണിയെടുത്തുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളെ അറിയിച്ചു. വിശ്വാസികളായ നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര വിശുദ്ധരും നീതിനിഷ്ഠരും നിഷ്കളങ്കരുമായിരുന്നുവെന്നതിന് നിങ്ങൾ സാക്ഷികൾ, ദൈവവും സാക്ഷി. തന്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യരായി ജീവിതം നയിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും അപ്പൻ മക്കളെ എന്ന പോലെ ഞങ്ങൾ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞും പോന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങളിൽ നിന്ന് കേട്ട ദൈവവചനം നിങ്ങൾ സ്വീകരിച്ചപ്പോൾ അത് കേവലം മനുഷ്യരുടെ വാക്കായിട്ടല്ല, അത് വാസ്തവത്തിൽ ആയിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ തന്നെ വചനമായിട്ടാണ് നിങ്ങൾ അംഗീകരിച്ചത്. വിശ്വസിക്കുന്ന നിങ്ങളിൽ ഇപ്പോഴും അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നിമിത്തം ഞങ്ങൾ ദൈവത്തിന് നിരന്തരം സ്തോത്രം ചെയ്യുന്നു. സഹോദരരെ, നിങ്ങൾ യഹൂദിയിൽ ക്രിസ്തുയേശുവിലുള്ള ദൈവസഭകളുടെ അനുകാരികളായി തീർന്നു. യഹൂദയിലെ സഭകൾ യഹൂദരിൽ നിന്ന് സഹിച്ചവ നിങ്ങളുടെ നാട്ടുകാരിൽ നിന്ന് നിങ്ങളും സഹിച്ചിരിക്കുന്നു. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ പുറത്താക്കിയവരുമാണ്. വിജാതീയർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്ന് അവർ ഞങ്ങളെ വിലക്കുകയും അതിലൂടെ ദൈവത്തിന് അനിഷ്ടം ജനിപ്പിക്കുകയും അങ്ങനെ സകല മനുഷ്യരുടെയും ശത്രുക്കൾ ആകുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് പൂർത്തിയാക്കുന്നു. എന്നാൽ ദൈവക്രോധം പരമാവധി അവരുടെ മേൽ വന്നിരിക്കുന്നു. എന്നാൽ സഹോദരരെ, ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല ശരീരം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞു. അതിനാൽ നിങ്ങളുടെ മുഖം കാണുവാൻ അത്യന്തം വാഞ്ചിക്കുകയും അതിനായി ശ്രമിക്കുകയും ചെയ്തു. നിങ്ങളുടെ അടുത്തെത്താൻ ഞങ്ങൾ, പ്രത്യേകിച്ചും പൗലോസ് എന്ന ഞാൻ, 1-2 തവണ ആഗ്രഹിച്ചു. എന്നാൽ സാത്താൻ ഞങ്ങളെ തടഞ്ഞു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ തിരുമുമ്പിൽ ഞങ്ങളുടെ ആശയോ ആനന്ദമോ അഭിമാന കിരീടമോ ആരാണ്? നിങ്ങൾ തന്നെയല്ലയോ? അതെ, ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ.